ഹായ്, ഗുഡ് ഈവനിങ്. എനിക്കറിയാം ഒരുപാട് ടൈമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. ഇതൊരു റെസ്പോൺസിബിൾ ബിഹേവിയർ അല്ല, എനിക്കറിയാം. ആൻഡ് എൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഹാർട്ട്ഫുള്ളി അപ്പോളജൈസ്. ഇതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ചെയ്യാതിരുന്നത്. എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ട് ആരെയും മുകളിൽ. എൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന ഒരു ഓഡിയൻസ് റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഇന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ളത് ഞാനും എൻ്റെ അമ്മയും കൂടെ. അപ്പം ഞാൻ ഇന്ന് ഇട്ട ഡ്രസ്സ് ഇതാണ്. അപ്പം ഞാനത് മാറ്റുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. ഇതൊരു 2 പീസാണ്. മേൽഭാഗം ഒരു എന്താ പറയുക ബിറ്റ്വീൻ സ്ലിറ്റുള്ള ഒരു കുർത്തിയും അടിയിൽ അതേ ഡിസൈനുള്ളൊരു പാൻറ്റും. ഇപ്പോഴത്തെ അങ്ങനെ സെറ്റാണല്ലോ, ചുരിദാർ ദുപ്പട്ട ഇല്ലാത്ത ടൈപ്പ്. അപ്പം ഇത് എൻ്റെ അമ്മയായിരുന്നു ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സെയിം ഡിസൈൻ, സെയിം കളർ, അമ്മേൻ്റെ സൈസിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മയിട്ട് കണ്ടപ്പം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് വാങ്ങാം. ഞാനങ്ങനെ സെറ്റ് ഇടുന്ന ആളല്ല. മോസ്റ്റ്ലി ഞാൻ ജീൻസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. കാരണം പോക്കറ്റ്സ് ഉണ്ടാവും, സാധനങ്ങൾ വെക്കാൻ, ചാവി, ഫോൺ, ഇതൊക്കെ വെക്കാൻ വേണ്ടി അധികം ജീൻസാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ, ഞാൻ ഇപ്പോൾ നിന്നിട്ട് പറയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, ഞാൻ പറഞ്ഞു വന്നൊരു ടോപ്പിക്കിൻ്റെ എന്താ പറയുക ഒരു റീസൺ, അല്ലെങ്കിൽ ഇതെനിക്ക് തോന്നിയ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് പണ്ട് ഞങ്ങളൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പം ആ ആൻറ്റി ഇങ്ങനെ പറയുമായിരുന്നു, പ്രായം അനുസരിച്ച് വേണം ഡ്രസ്സ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇന്നിട്ട് ഇതേ സെയിം ഡ്രസ്സ്, ഇതിൻ്റെ നെക്സ്റ്റ് സൈസ്, അല്ലെങ്കിൽ എത്രയോ സൈസ് നമുക്ക് കൂടുതൽ വേണ്ട അമ്മേൻ്റെ ബോഡിക്ക് ഫിറ്റ് ആവാനുള്ള ആ സൈസ് അമ്മേൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അമ്മേൻ്റെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ ബിക്കോസ് ഐ ലവ് ദ ഡിസൈൻ ആൻഡ് ഐ ലൈക്ക് ദ കളർ ആൻഡ് ദ കൈൻഡ് ഓഫ് ലുക്ക്, അതിന് നമ്മളെ ശരീരത്തിന് തരുന്ന ഒരു ലുക്ക്, അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഐ തോട്ട് വൈ നോട്ട്, ലെറ്റ് മീ ജസ്റ്റ് ട്രൈ. വലിയ വിലയുള്ള സംഭവമല്ലായിരുന്നു, സെയിൽ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തു. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആദ്യം ഞാനത് വാങ്ങിയിട്ട് കുറച്ച് സമയമായി. പക്ഷേ ഞാനത് ആദ്യം ഇട്ട സമയത്ത് എനിക്ക് കുറച്ച് ലൂസായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ചും കൂടെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പം ഞാൻ വീട്ടിലിരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചൊന്ന് ഒരു തടി വെച്ചു. അപ്പോൾ ഞാൻ ഒന്ന് എന്താ പറയുക ഹെൽത്തി ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം കറക്റ്റ് ഫിറ്റ് ആവുന്നു. എനിക്ക് ഷോൾഡറൊക്കെ പ്രോപ്പർ, ആദ്യം എനിക്ക് ഷോൾഡർ കുറച്ച് ലൂസായിരുന്നു, ആംസൊക്കെ കുറച്ച് അത്രയും വരുന്നില്ലായിരുന്നു, പിന്നെ ഇവിടെയൊക്കെ തൂങ്ങിപ്പോയി, അങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റ് സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കത് ഫിറ്റ് പ്രോപ്പറാണ്, ടൈറ്റല്ല, ലൂസല്ല, കറക്റ്റ് ഫിറ്റാണ്, കംഫർട്ടബിൾ ഫിറ്റാണ് എന്ന് പറയും. അപ്പോൾ അതാണ് എൻ്റെ കംഫർട്ട്. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ പ്രായം അനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ. പ്രായം അനുസരിച്ചെന്ന് ഉദ്ദേശിച്ചത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ഓൾഡ് യു ആർ, ഇറ്റ്സ് അബൌട്ട് വാട്ട് ഈസ് യുവർ റോൾ. ലൈക്ക് ഇഫ് യു ആർ എ മദർ ആൻഡ് യു ആർ ഗോയിങ് ഔട്ട് വിത്ത് യുവർ ഡോട്ടർ ഫോർ എൻ എക്സാമ്പിൾ. നിങ്ങളെ മോൻ്റെ കൂടെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ കുട്ടിയും ചുരിദാറിട്ടു, ഞാനും ചുരിദാറിട്ടു. ഇഫ് ഐ എം ദ മദർ ആൻഡ് ഐ ഹാവ് മൈ ഡോട്ടർ വിത്ത് മീ, സോ ബോത്ത് ഷുഡൻറ്റ് ഡ്രസ് സിമിലർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ജീൻസും ടോപ്പ്, ഞാനും ജീൻസും ടോപ്പ്, അവൾ ടീഷർട്ടും സ്കേർട്ട് ഇടുക, ഞാനും ടീഷർട്ട് സ്കേർട്ട് ഇടുക, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പാവടയും ബ്ലൗസ്, അല്ലെങ്കിൽ രണ്ടുപേരും സാരി ഉടുക്കുക, അങ്ങനെ ചെയ്യരുതെന്ന്. സോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഞാൻ വിചാരിച്ചതൊന്ന് ഷൂട്ട് ചെയ്തുള്ള. കാരണം എനിക്ക് ഈ ടോപ്പിക്ക് മനസ്സിൽ നിൽക്കണമെന്നില്ല. എനിക്ക് പെട്ടെന്ന് ഈ ഡ്രസ്സ് ഇന്ന് ഇതേപോലത്തെ ഒരു ഡ്രസ്സ്, സെയിം അല്ല, അമ്മേൻ്റെ അടുത്ത് സെയിം ഉണ്ട്, പക്ഷേ ഇതല്ലാത്ത ഇതേ കളർ കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഇതേപോലത്തെ ഒരു 2 പീസിലാണ് അമ്മയും പുറത്തേക്ക് വന്നത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞങ്ങളൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട്, അതൊരു ചെറിയൊരു ഷോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും അപ്ലോഡ് ചെയ്യും. അപ്പം ആ സമയത്ത് ആ ഒരു ടോപ്പിക് എനിക്ക്, അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഐ ഡിഡ്ന്റ് നോ. അത് ഞാൻ കേട്ട സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ഹൗ ഫൂളിഷ്, ലൈക്ക് വാട്ട് ഈസ് ഷീ ഈവൻ ടോക്കിംഗ് അബൌട്ട് അങ്ങനെ. അപ്പോൾ ഷീസ് ഫ്രം എ ലിറ്റിൽ മോർ എൽഡർലി, അല്ലെങ്കിൽ ഒരു ജനറേഷൻ പുറകില്ല. എൻ്റെ അച്ഛനമ്മേനെക്കാളും കുറച്ചും കൂടെ എൽഡർ ആയിട്ടുള്ളൊരു ആൻറ്റിയാണ്. അപ്പോൾ അവരിത് പറഞ്ഞ് കുറേ മുന്നെയാണ്. ഇപ്പോൾ അവരും കുറേ ഫാഷനായി, അവരെ മക്കളെ കൂട്ടത്തിലും അവരും സാരി എടുത്ത് വരുന്ന സമയത്ത് കുട്ടികൾ സാരി എടുത്ത് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഇത് അഡ്വാൻസ് ആയി, ബാലൻസ് ഔട്ട്. ഞാനിതിനെ നിൽക്കുന്നതല്ല, എന്നിട്ട് സംസാരിക്കാം. സോ ടോപ്പിക് ഇതായിരുന്നു. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ ആൻറ്റി ഉദ്ദേശിച്ച റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരെയും ഏജിന് നമുക്ക് കാണുമ്പോൾ ചേച്ചി അനിയത്തിയാണോ, അല്ലെങ്കിൽ ഇവർ കസിൻസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ അമ്മായി ആയിരിക്കുമോ എന്ന് തോന്നുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഡ്രസ്സിങ്ങിൽ ഉണ്ടാവരുത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് അമ്മയാണ്, ഇത് മോളാണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എന്നാണ് അവരുടെ ജനറേഷനിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ അവരെ അപ്ബ്രിങ്ങിങ് അങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എനിക്കിപ്പോഴും, അതിൻ്റെ ലോജിക്ക് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഇപ്പോൾ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഇറ്റ്സ് യുവർ കംഫർട്ട്, യുവർ സ്റ്റൈൽ, അല്ലെങ്കിൽ നിങ്ങളെ വേ ഓഫ് ഡ്രസ്സിങ്, അല്ലെങ്കിൽ നിങ്ങളെ താല്പര്യമായിരിക്കും നിങ്ങളെങ്ങനെ ഒരാളെ മുന്നിൽ കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഇവൻറ്റിനെ ഡ്രസ്സ് ചെയ്യുന്ന അനദർ വെരി ബ്യൂട്ടിഫുൾ ടോപ്പിക്.
ഇതിൻ്റെ കൂടെ തന്നെ അത് മിക്സ് ചെയ്യാം. ബിക്കോസ് ഡ്രസ്സിനെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്, ഡ്രസ്സിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഡ്രസ്സിങ് സ്റ്റൈൽ ആൻഡ് ഡ്രസ്സിങ് സെൻസ്. ഇപ്പം ഞാൻ ഒട്ടും ഫാഷൻ ഫോളോ ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ശരീരത്തിൽ ചേരുന്ന, അല്ലെങ്കിൽ എൻ്റെ മുഖത്തിന്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഓക്കെ ആയെന്ന് തോന്നുന്ന ഡ്രസ്സാണ് ഞാൻ ഇടാറ്. അതിപ്പോൾ ആ സമയത്ത് അത് ട്രെൻഡിങ് ആയിരിക്കാം, അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഫാഷൻ വന്ന് പോയതായിരിക്കും, ഏറ്റവും ഓൾഡ് ഫാഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈ കുട്ടി എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു കുട്ടിക്കൊരു ട്രെൻഡിങ് സെൻസേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ഫാഷൻ സെൻസ് ഇല്ലെന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവായിരിക്കും. കുറേ പേര് എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്, നല്ല ഡ്രസ്സുണ്ട്, ഈ ഡ്രസ്സ് ഇട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇത് നിനക്ക് നല്ലോണം ചേരുന്ന ഈ കളർ അല്ലെങ്കിൽ ഈ പാറ്റേൺ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാരുണ്ട്. പിന്നെ മിസ്മാച്ച് ആയിട്ടിടുക, ഒട്ടും പറ്റാത്ത ബ്ലൗസ് സാരി ഉടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ജീൻസിന് കൂടെ ഒട്ടും പറ്റാത്തൊരു പാൻറ്റ്, അല്ലെങ്കിൽ ഐ മീൻ ടോപ്പോ അങ്ങനത്തെ, അല്ലെങ്കിൽ ഈ ഒരു ടീഷർട്ട് ഇടുമ്പോൾ അതിന് പറ്റാത്തൊരു ടൈപ്പ് ഓഫ് വേറെ എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ, അങ്ങനെയൊക്കെ ഞാൻ വളരെ മിസ്മാച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഒരു ചുരിദാർ തന്നെ ഇടുകയാണെങ്കിൽ വിചാരിച്ചു ഞാൻ വളരെ റെയറായിട്ട് ഇടാറുള്ളൂ. പക്ഷേ പണ്ട് മുതൽ ഞാൻ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ തന്നെ മിസ്മാച്ച് ഒരുപാട് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അത് ജസ്റ്റ് ഫോർ മൈ കംഫർട്ടായിരുന്നു. ഒരു ഫാഷൻ സെൻസ് സെറ്റ് ചെയ്യാനോ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമല്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതെനിക്ക് തോന്നി, ഇതാ കയ്യിൽ വന്നത്. സോ ഐ ഫെൽറ്റ് ലൈക്ക് വാട്ട്സ് എ ബിഗ് ഡീൽ. ആര് കണ്ടിട്ട് ഇപ്പം പച്ച പാൻറ്റിൻ്റെ കൂടെ ചുവന്ന ചുരിദാർ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ മേലത്തെ ചുരിദാർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇപ്പം എന്താവാനാ? ഐ മീൻ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഇവൾക്ക് ട്രെൻഡിങ് ട്രെൻഡ് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല, ഫാഷൻ സെൻസ് ഇല്ല, ബോധമില്ലാത്തവളാണ്, തുണീൻ്റെ എന്താ പറയുക ഒരു കളർ കോമ്പിനേഷനോ അതൊന്നും ഇല്ലാത്തവളാണെന്ന് വിചാരിക്കും. ബട്ട് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ ഇഫ് ഐ ഡോണ്ട് നോ ബിക്കോസ് ഐ റിയലി ഡോണ്ട് നോ. സോ ദാറ്റ്സ് ഓക്കെ. അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ ആ സമയത്ത് സോ അതൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അടുത്ത ടോപ്പിക്, അല്ലെങ്കിൽ അടുത്തൊരു സബ് ടോപ്പിക്ക് ഡ്രസ്സിങ്ങിൻ്റെ മുകളിലെന്ന് വെച്ചാൽ ഹൗ ഷുഡ് യു ഡ്രസ്. അത് ഒരാൾ നമ്മളോട് പറയേണ്ടതല്ല നമ്മളെങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഇന്നത്തെ ജനറേഷൻ ജെൻ സി ആൻഡ് ജെൻ ആൽഫ വന്നു കഴിഞ്ഞു. അപ്പം ആ ഒരു ജനറേഷൻ, ആൻഡ് ഐ എം ഫ്രം ദി എന്താ പറയുക നമ്മൾ 1990s ആളാണ് ഞാൻ. ഇതിന് മുന്നത്തെ ജനറേഷൻ എൻ്റെ പേരൻസ് ഉണ്ട്, അതിന് മുന്നത്തെ ജനറേഷൻ ഞങ്ങൾ ഗ്രാൻഡ് പേരൻസിൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സായിട്ടുള്ള ആൾക്കാരും ഇപ്പോഴും ഉണ്ട് നമ്മളെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ ടോട്ടലി ഇത്രയും ജനറേഷൻസ് നമുക്ക് ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഐ ഫീൽ ലൈക്ക് you should have the sense to dress where and how. അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു ഷുഡ് ബി വെയറിങ്, what you're allowed to wear. That is up to you. Like അത് നിങ്ങളുടെ ഫാമിലി നിങ്ങൾ തമ്മിലുള്ള സംഭവമാണ്. ഇഫ് they are okay with, or you can convince them, or they are very openly okay for you to wear anything that you choose or that you like for yourself, then nothing like it, then it's fantastic. പക്ഷേ ഇപ്പം നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്ന ഡ്രസ്സ് ഇടാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദി ആർ ഓക്കെ വിത്ത് ഇറ്റ്, സോ അത് തെറ്റാണെന്ന് അല്ല ഞാൻ പറയുന്നത്. ഐ മീൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് നിങ്ങൾ എവിടെ ഇടുന്നു is very important. Now you go out with your parents for a function. For an example, ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കല്യാണ ഫംഗ്ഷൻ, റിസപ്ഷൻ ഫംഗ്ഷന് നിങ്ങൾ പോകുന്ന സമയത്ത്, ഫോർ എൻ എക്സാമ്പിൾ ആ കുട്ടി ഇപ്പോൾ ജെൻസി കുട്ടി, ഇഫ് ഇറ്റ് ഇസ് മീ ആൻഡ് ഐ ഫീൽ ലൈക്ക് I want to dress the most trendy, I should be the most attractive, एकदम vibrant colors में I'll like धमाल मचाऊंगी, I'll be like आग लगा दूंगी वहाँ पे. So you wear a nice salwar kameez, you wear a nice kurti and set, you wear a pant and a shirt, you can wear a one piece, you can wear whatever, there are so many good skirt and tops, you can wear so many things, davani and pala choices of clothes. And for females especially, we have so many choices. Like if you really are interested into dressing and looking good and saj dajna and all this, you have so many choices. Definitely no one has it out on that. And so you can wear anything, but aag lagana in a party or on a pub, when you go to a pub with your friends, you're going for a bachelorette party, where you're going for a spinster party, you're going for you're going out for drinks, you're going for your office trip or your office function, or you're going for a family function, നമ്മളെ വീട്ടുകാർ തന്നെ ഉള്ള ഒരു ഗെറ്റ് ടുഗെദർ, അല്ലെങ്കിൽ you're going out with your parents for a function. You need to have the understanding of what to wear when. You cannot just go out in a completely exposing all that deep neck and not lace tied kind of clothing out in a wedding or out in a family function
at least your family function or a family function that you're attending with your parents, because you have your elders. അവിടെ നിങ്ങളെ കുഞ്ഞുനാൾ മുതൽ നമ്മളെ പേരൻസിൻ്റെ കൂടെ നമ്മളെ മക്കളെ പോലെ കണക്കാക്കുന്ന അങ്കിൾ ആൻറ്റിമാരുണ്ടാവും, അമ്മമാർ അച്ചച്ചന്മാരുണ്ടാവും, സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഉണ്ടാവും, വേറെ ഏട്ടന്മാരുണ്ടാവും, ചേച്ചിമാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ മുന്നിൽ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് ഒരു ആളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഓണ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവിറ്റി, ഫോർ എൻ എക്സാമ്പിൾ ദിവാലിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ദസറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ ഡ്രസ്സ് ചെയ്യുക, ദാറ്റ് ഈസ് നോട്ട് യുവർ ഫ്രീഡം. ദാറ്റ് ഈസ് നോട്ട് ദ ചോയ്സ് ഓഫ് യുവർ ഫ്രീഡം. ദാറ്റ് ഈസ് നോട്ട് people don't count on your freedom that your family is so cool so you wear anything anywhere. No, you need to have the sense of the event or the occasion that you're attending, because if you wear anything anywhere, that doesn't show that you have a lot of freedom, you have your own voice, or you're very trendy, or your family is so cool. No, that doesn't show your coolness. Please understand, this is especially for ladies. I do not want to say, because there is no man who would wear a banyan and then they'll go to a function and a shorts and will go to a Rona Sadhya and for a festivity to Ambalam, and people might definitely say that kya bewakoof ladka hai, or they might just feel how stupid, whose kid is this who doesn't have the sense to dress. But they will definitely not look at you with that kind of dirty sense, that bad eyes, that ganda nazar. At least they will just say he's senseless, he's dumb, or these days kids don't understand how to dress, they don't have the sense to dress, they do not know what to wear when it is a party, when it is a function, when you go to temple. So you need to know how to dress with maybe a nice kurta, a nice shirt, even a nice t-shirt could have been better. What banyan shorts kya hota hai, it badam mere comments will be restricted. But when a girl wears that, people are more interested in looking at your body. People are more interested at looking at your size and shape and fitting and what all can be revealed and what all can be seen through, So please do not expose your body in a function, at least where you're now when you go to the pub and you meet your uncle there, that is not your fault. You never expected him to be there, right? So you just happen to meet there. Maybe he's a bartender, maybe he's a security guard, maybe he's actually come there to party with his friends. Then that is not your fault. You just meet at a place where you actually can wear or should be, or it's your choice whether you wear your clothes properly, don't want to expose, you want to reveal, you want to show your skin and stuff. That is your choice. You happen to meet that person there, that is okay. But നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത്, നമ്മളൊരു ഫംഗ്ഷന് പോകുന്ന സമയത്ത്, നമ്മളൊരു നല്ല എന്താ പറയുക ഫാമിലി ആൾക്കാർ വരുന്ന സമയത്ത്, നമ്മൾ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ തുണി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ കണ്ടു ഇപ്പം അടുത്ത് എൻ്റെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഫാമിലി ഫ്രണ്ട്സ്, ഞങ്ങൾ ചെറുപ്പം മുതൽ, ഞാൻ കുട്ടിയായ സമയം മുതൽ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ അവർ ജനിക്കുന്ന സമയം മുതൽ ഞാൻ കാണുന്ന എൻ്റെ അനിയത്തിമാരെ പ്രായമാവും പാകത്തിനുള്ള കുട്ടികൾ വളരെ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടിട്ട് ഒരു കല്യാണ ഫംഗ്ഷൻ, ഒരു റിസപ്ഷൻ ഫംഗ്ഷൻ വന്നത്. ഓണസ്റ്റ്ലി ഐ ഫെൽറ്റ് വെരി അബ്സർഡ്. ഞാൻ ഓൾഡ് സ്കൂൾ ആയതുകൊണ്ടല്ല, ഞാൻ സ്ലീവ്ലെസ് ഇടാത്തതുകൊണ്ടല്ല, ഞാൻ ഡീപ്പ് നെക്ക് ഇടാത്തതുകൊണ്ടല്ല, ഞാൻ ഡ്രസ്സസ് അങ്ങനെ ഇടുന്ന ആളാണെങ്കിലും I am sure that I have the sense to wear what and where. If I am just wearing a bikini and walking into a marriage function, that is not showing any trend, that is not showing any fashion, that is not showing any kind of class or coolness that you have. That is complete insensitivity. You have no sense of fashion, you have no respect to the occasion that you are attending. So please, I request you do not do this thing, because എനിക്കിത് ഭയങ്കര അപ്സൈഡായിട്ട് തോന്നി. എനിക്ക് മാത്രമല്ല, അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളുടെ ജനറേഷനിലുള്ള എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇമാജിൻ വാട്ട് യുവർ പേരൻസ്, വാട്ട് ദി അതർ auntie uncles around you who might have seen you like a kid, might have carried you like a baby when you were born, or when you were small and crawling. Can you just imagine those same people looking at you with that nazar ki bhai kitna dikhaya hai isne, ya fir iska itna दिख रहा है क्या, या फिर ये इसके पेरेंट्स देख नहीं रहे हैं क्या. Even with that sense, uncles and all brothers might actually have an eye on you, looking at ki, oh, we didn't know that she has grown up so much, oh, we didn't know that she has turned into a big woman like this. സാരി ഉടുത്തിട്ട് വയറ് കാണില്ല, പുറം കാണില്ല, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ട കക്ഷം കാണില്ല എന്നല്ല ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റിൽ ഫൈൻ, ബിക്കോസ് ദാറ്റ് നമ്മൾ ഉടുക്കുന്ന അനുസരിച്ചിരിക്കും. സാരി ഇപ്പം എന്താ പറയുക, ഒരു പട്ട പോലെ ഇട്ടിട്ട് സാരി എന്ന് പറയുന്ന ആൾക്കാർ, മുഴുവൻ ബ്ലൗസും വയറും പുറവും എല്ലാം കാണിക്കുന്ന ആൾക്കാർ അങ്ങനെയും സാരി ഉടുക്കാം. പക്ഷേ പ്രോപ്പർലി ഡ്രേപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ അതിൻ്റെ സംസ്കാരം അനുസരിച്ച്, അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അങ്ങനെ ഡ്രേപ്പ് ചെയ്യും. സോ വെൻ യു wear a sari at a party, when you're in a pub, when you're in a friend's marriage, or you're in a bachelorette party, or you're out for a you actually want to show off, you want to actually show your nice toned and gymmed and good sized body, you can do that. There is no problem in that. But do not do it in a wrong place.
It actually creates a bad impression of your parents, of your family, and also the nazar or the eye, the kind of view that people have towards you. Because tomorrow when they see you even in a kurti and a, in a nice dupatta and a nice kurti and a nice sari or a salwar suit or a loose, oversized t-shirt and jeans as well, people always recollect the bad things, or people always recollect the masala in any place. അത് നല്ലതായാലും ചീത്തയായാലും ചീത്ത സാധനത്തിന് എപ്പോഴും അട്രാക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ചീത്ത എന്നല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മസാല, കുറച്ച് സ്പൈസി ആയിട്ടുള്ള സ്റ്റഫ്, പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സോ ദേ വിൽ ഡെഫിനെറ്റ്ലി റിമെंबर दैट थिंग कि हाँ शी हैड कम लाइक दैट. हाँ क्या क्या दिखा के आई थी, कितना मतलब डीप था वो, मतलब शी डिड नॉट हैव द सेंस एंड दे वुड ऑलवेज टॉक बैड. भले you always were the best dresser, the most decent dresser all the time. So occasion മറന്നിട്ട് ഡ്രസ്സ് ചെയ്യരുത്. that doesn't make you cool, that doesn't give you the degree of being trendy. It actually looks like you have no sense, or you're so excited to expose, you do not know where to wear what, or you're just waiting कि भाई मैं कोई भी function में जाऊँ, but I want to reveal, I want to just show off. So please do not do that, lose your value and your self-respect, because people should look at you with respect. That is how everybody should be, especially women. Do not go and show people things that they want to see and lose your respect. People might call you not using words, you can fill in the blanks, and lose your value. When people look at you, they should look at you with respect and grace. They should feel like how beautiful this woman is, not how hot you look. That is not a compliment, please understand. So